ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെയാണ്, ഇപ്പോൾ സമയം 6 മണിയായി. ഞാൻ തിരിച്ച് K4 കെയറിൻ്റെ ക്ലാസ്സിലേക്ക് തിരുവല്ലത്തേക്ക് പോകുന്നു. അപ്പോൾ വോട്ടിടാനായിട്ട് 15 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം വോട്ടിടാനായിട്ട് നമുക്ക് ഒരു ദിവസത്തെ ലീവ് തന്നതാണ്. മെയ് 4 വരെയാണ് ക്ലാസ്. പോയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു വലിയ നഷ്ടം ആയനായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നിനി ചെന്നിട്ട് ഇന്ന് മുതൽ നമുക്ക് യൂണിഫോമൊക്കെ അളവെടുത്ത് തയ്ക്കാൻ കൊടുത്തു. അപ്പോൾ 9 മണിക്ക് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിരിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടുപോകാൻ ബാഗും എല്ലാം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചും കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡിയായി. രാവിലെ നമ്മൾ 6:30 ആകുമ്പോൾ ഉറക്കം എണീച്ച് 7 മണിയാകുമ്പോൾ നമുക്ക് ചായ കിട്ടും. 7 മണിക്ക് ചായ കിട്ടി. അപ്പോൾ തന്നെ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് നമ്മുടെ തുണിയൊക്കെ കഴുകി എല്ലാം കൃത്യനിഷ്ഠയാണ്. 7 മണിയാകുമ്പം ചായ കിട്ടി. ചായ കൊണ്ടുതരികയല്ല, കൊണ്ടുവന്ന് വയ്ക്കും. നമ്മൾ ഓരോരുത്തരും പോയി എടുത്ത് കുടിച്ചിട്ട് നമ്മൾ 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് നമ്മുടെ തുണിയൊക്കെ കഴുകി നമുക്ക് മുകളിൽ കൊണ്ടിടാനുള്ള സംവിധാനമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഇതായി വന്ന് നമ്മൾ ഒരുങ്ങി അപ്പോഴത്തേക്ക് 8:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കറക്റ്റ് 9 മണിയാകുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ വീണ്ടും ചായയും കടിയും കൊണ്ടുവരും. സിസ്റ്റർമാരും ഹെഡ് സിസ്റ്റർമാരും മാറിയും തിരിഞ്ഞും എല്ലാവരും കാണും. ഓരോന്നും പഠിപ്പിക്കുന്നതിന് ഒരേ അധ്യായം പഠിപ്പിക്കുന്നതും ഒരേ ഇതിൻ്റെ സിസ്റ്റർമാരും മാറിയും തിരിഞ്ഞുമാണ്. അത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്ക് നമുക്ക് ലഞ്ച്, ഉച്ചയൂണ്, നല്ല ഊണാണ്. പിന്നെ 3:30 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും ചായയും ഒരു കണിയുണ്ട്. പിന്നെ രാത്രി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വീണ്ടും നമ്മൾ കുളിക്കുകയോ കഴുകുകയോ ചെയ്ത് നമ്മൾ ഇട്ടിരുന്ന തുണിയും കഴുകി ഇട്ട് ആണ് പിന്നെ നമുക്ക് പഠിക്കാനെങ്ങനെ ഉണ്ടെങ്കിൽ ഇരുന്ന് പഠിച്ചു. അങ്ങനെ നല്ല ഒരേ ദിവസങ്ങളും നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഓരോ പ്രത്യേക കൃത്യനിഷ്ഠകൾ പാലിക്കാനുള്ള, അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് വീട്ടിലെ രീതികളെല്ലാം മാറി നമുക്ക് ഓരോ കൃത്യനിഷ്ഠകൾ പാലിക്കാനുള്ള ഒരിത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുണ്ടാവും. രാവിലെ എണീക്കുക, കുളിക്കുക, എല്ലാം അങ്ങനെ അതാണ് ഒരേ സ്ഥലത്ത് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് നമ്മുടെ രീതികളെല്ലാം നമ്മൾ മാറും. വീട്ടിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ മടി പിടിച്ച് അങ്ങനെ നമ്മളൊരു ജോലിക്കായാലും ഒന്നിനായാലും ഇറങ്ങുമ്പോൾ നമ്മളറിയാതെ നമുക്ക് മൂന്നാമത്തെ നിലയിലാണ് നമ്മൾ തുണി കൊണ്ടിടുന്നത്. സ്റ്റെപ്പിൽ കൂടെ കയറില്ല, മറ്റേ സ്റ്റെപ്പല്ലാതെ വണ്ടി ട്രോളിയൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകണം, അതിലെയാണ് നമ്മൾ കയറി പോകുന്നത്. പിന്നെ എല്ലാം നല്ല ഒരു ഇതാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവരും പാട്ട് പാടുന്ന, മാറിയും തിരിഞ്ഞും എല്ലാവരും മാറിയും തിരിഞ്ഞും പാട്ടുകൾ പാടുന്ന ഒരു ഇതുണ്ട്. അതിൽ ഡാൻസ് കളിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ നല്ല എല്ലാം കൊണ്ടും നല്ല എല്ലാം കൊണ്ടും ക്ലാസ് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഇതും കൂടെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ ഒന്നിനും നമുക്കൊരു ബോറടിക്കുന്ന ഒരു ഇതല്ല. നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് അനൂപ് സാറാണ്. അനൂപ് എന്ന് പറഞ്ഞ സാറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരും എല്ലാവരുമാണ്. എന്തായാലും നല്ലൊരിതാണ്. ഇപ്പോൾ 6:30 മണിക്ക് അവിടെ നിന്നൊരു ഓട്ടോ വരാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് കാഞ്ഞിരത്തമ്മൂട്ടി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ നിലമേലേക്ക് ബസ് കിട്ടും. നിലമേൽ ചെന്നാൽ പിന്നെ തിരുവനന്തപുരം ഫാസ്റ്റ് തമ്പാനൂരത്തേക്ക് എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ തമ്പാനൂർ ഇറങ്ങിയിട്ട് വിഴിഞ്ഞം ബസ്സിൽ കയറി തിരുവല്ലത്തിറങ്ങണം. തിരുവല്ലം അങ്ങനെയാണ് പോകാനുള്ളത്. അപ്പോൾ അത്രയും ദൂരം പോകാൻ കിടക്കുകയാണ്. അങ്ങനെ ആട്ടോ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ പോകാനിറങ്ങി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ
നല്ല ഒരു ഇതിലേക്കാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ഞാൻ 13 വർഷം ഞാൻ കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് 3-4 വർഷം 4-4.25 വർഷം കളക്ഷൻ ഏജൻറ്റായി ഇരിക്കവേ തന്നെ കടയിലും ഇരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ നമ്മളിരിക്കുമ്പോൾ മടി പിടിച്ചിരുന്ന് അങ്ങനെ ഇങ്ങനെ ആ ഒരു ഇതിലേക്കും പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്കാവുന്ന കാലം നമ്മൾ ജോലിയും കൂടെ ചെയ്ത് എന്നെക്കൊണ്ട് പറ്റും എന്നൊരു ഇത് തോന്നുന്നത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം, പോകുന്നിടത്തോളം പോട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പോൾ അവിടെ വെച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇനി കാണാം. എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് അനുഗ്രഹിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ടാറ്റാ, ബൈ.